ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾസേ 2 ദിവസം മുന്നേ ടൂറൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അതിരപ്പള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നാട്ടിൻ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ അടിച്ച് പൊളിക്കട്ടെ അല്ലേ. നമുക്ക് പറ്റിയിട്ടില്ലേ, അവർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ അവരൊക്കെ അടിച്ച് പൊളിക്കട്ടെ. പിന്നെ ടൂറിനൊക്കെ പോകുമ്പോൾ മക്കൾസിനെ ശ്രദ്ധിക്കും, അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞേക്കട്ടെ. നമ്മുടെ മക്കൾസിന് ടീച്ചർമാരൊക്കെ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മിന്നൂസിനെ ഞാൻ കുറച്ച് പുട്ടും ചെറുപയറും എടുത്തിട്ട് രാവിലെ തന്നെ കഴിക്കുന്നു കേട്ടോ. അപ്പോൾ മിന്നൂന് ഭയങ്കര കേട്ടോ. അവനക്ക് എന്നെക്കാട്ടി മുന്നേ കിട്ടണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഞാനാണെങ്കിൽ അതിൻ്റെ മുന്നേ ഒന്നും കഴിച്ചിട്ടില്ല. അവനക്ക് ഞാൻ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ 2 പുട്ട് കഷ്ണം തിന്നിട്ടടാ, എന്നിട്ട് എനിക്ക് തരാമെന്നുള്ള മട്ടിൽ ഞാൻ ആദ്യം കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ തിന്നാൻ തോന്നില്ലേ, എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവനിങ്ങനെ കിട്ടുന്ന ഡാൻസ് അടിക്കുക തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല, അവനക്കും കൊടുത്തു കേട്ടോ. അവനക്ക് നമ്മളിങ്ങനെ അവൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി ഇഷ്ടം നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊത്തി തിന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് ടൈം വേണം. അപ്പോൾ നമ്മൾ മക്കൾസിനെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ചിലപ്പം ചായയൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ടൈം ചിലപ്പോൾ 9:30 9:45 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം എടുത്ത് വെക്കാനും മുറ്റടിക്കാനും പിന്നെ ചെടികൾ നനയ്ക്കാനും അലക്കാനും കോരാനും തുടക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യണ്ടേ. അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. നമ്മളെ വേനൽക്കാലത്ത് നല്ല സുഖമാണ് കേട്ടോ. ഈ പാടങ്ങളായാലും നല്ല സുഖമാണ്. പക്ഷേ വർഷക്കാലത്ത് ഇവിടെ നല്ല വെള്ളപ്പൊക്കവും വെള്ളം കയറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ചെറിയൊരു പച്ചമുളകിൻ്റെയും പിന്നെ ഈ ചീനമുളകിൻ്റെയും കാന്താരിമുളകും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കണ ഭാഗത്തായ കാരണം വരുമ്പോൾ അങ്ങനെ ഇലകളിൽ കേട് വരില്ല കേട്ടോ. സോപ്പിൻ്റെ ഒക്കെ അത് തട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉറുമ്പുശല്യം നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകിയിട്ട് നമ്മളുടെ പരിപ്പും പിന്നെ തക്കാളിയും ഈ മുളകും വെള്ളമുളകില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ചീരക്കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ചീരയൊക്കെ മുറിച്ച് വെക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് വെറുതെ തരും, പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം കേട്ടോ. അപ്പോൾ ഒരു പാവം ചേട്ടനാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അവരിരുന്ന് ചീര മക്കൾസിനെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മേടിച്ചതായിരുന്നു. അപ്പോൾ 2-3 ദിവസം എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ആദ്യം പരിപ്പും തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ കുക്കറിലിട്ടിട്ട് ചീര ഒന്ന് വിസിലടിക്കുകയൊന്നും ചെയ്യാതെ സാധാ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് തിളച്ചാൽ ചീരയൊക്കെ വേവുമല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചീരയും പരിപ്പും കറിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബിൽ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ വീഡിയോ കാണാതായിട്ടോ. കാരണം ഒന്നുമില്ല, നമ്മളവരെ വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കും. ചില വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, പക്ഷേ കമൻറ്റ് ഇടില്ല. കമൻറ്റ് ഇട്ടാൽ മാത്രമേ നമ്മളെ വീഡിയോ അവർ കാണുള്ളൂ എന്നറിയാം. പക്ഷെ നമുക്ക് ചില ടൈമിലൊക്കെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. വീണ്ടും ചിലപ്പം കാണും, വീണ്ടും ഓണാക്കി വെക്കും. അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ നെറ്റ് ഉണ്ടാവില്ല, എന്നും സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മക്കൾസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും വീഡിയോ മറ്റുള്ളത് കാണാനും ഒന്നിനും പറ്റുന്നില്ല. കാരണം അവരെ പഠിപ്പൊക്കെ ഫോണിലല്ലേ. അവർക്ക് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോ മദ്രസത്തെ ഗ്രൂപ്പിൽ ഓതാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ചീരക്കറിയിൽ കുറച്ച് തേങ്ങ ഒക്കെ അരച്ച് പാന്ന് അതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ചു ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ എന്നും പറഞ്ഞ പോലെ ലൈക്കൊക്കെ ചെയ്യട്ടോ. എല്ലാവരും ലൈക്കൊക്കെ കുറവാണ്, 10 ലൈക്ക് 9 ലൈക്കൊക്കെ ആയിട്ടുണ്ട്. ആരൊക്കെ ചെയ്തു എന്നറിയില്ല. എന്തായാലും നമ്മുടെ ആയിഷത്ത, സ്വപ്ന ടീച്ചർ, പിന്നെ ഷിക്കൂസ് വെള്ള അവർ, പിന്നെ അങ്ങനെ കുറച്ച് പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അതന്നെ വലിയ ഹയർ എന്നറിയില്ല ബാക്കി കേട്ടോ. നമ്മളവർക്ക് കണ്ടില്ലെങ്കിലും അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ചേട്ടായി കാണാറുണ്ട്. ചേട്ടായിൻ്റെ വീഡിയോസൊക്കെ രാവിലെയാണ്, മോർണിംഗിൻ്റെയും ഗുഡ് നൈറ്റിൻ്റെയും രാത്രി വരും. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ ഞാൻ കമൻറ്റ് ഇടാറില്ല. അപ്പോൾ നമ്മളെ കറിയൊക്കെ ആയിട്ടോ. കറിയായി. പിന്നെ ഇന്ന് ചീരക്കറിയും പിന്നെ കേബേജ് കൊണ്ടൊരു
ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എന്നൊക്കെ പറയുക, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വല്ലാതെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നാമത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തിന്നാനൊന്നും വയ്യ കേട്ടോ. ഒന്നാമത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എല്ലാവരും കൂട്ടത്തിൽ കൂടിയിട്ട് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ചോറിനൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ. അപ്പം നമ്മളിതാ കറിയൊക്കെ വെച്ചു. പിന്നെ അതിന് ശേഷം കേബേജ് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. കേബേജ് തോരന് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം കേബേജ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കേബേജിലായാലും ചീര തോരനായാലും ഒക്കെ ഇതിന് തേങ്ങ ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലാകുമ്പോൾ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, നെറ്റും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ കേബേജും വെച്ചിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരനും അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മാന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, മാന്തൾ അതായിട്ട് ഒന്ന് വറുത്തെടുക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ കേബേജ് ഉപ്പേരും മീൻ വറുത്തതും ചീരക്കറിയും നല്ല അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഊണ് ഉഷാറാക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ തിരുമ്പൽ അടിക്കലും കൊല്ലമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾസ് ഇല്ല കേട്ടോ, അതുകൊണ്ട് അവരുടെ ശബ്ദങ്ങളൊന്നും ഇല്ല. നമ്മളെ കൂട്ടി നമ്മൾ ചിന്നൂസും മിന്നൂസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിനൽ സ്കാരൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്നായിരിക്കുമ്പോൾ നമ്മളിതാ ആദ്യം ചോറൊക്കെ ഞാൻ തന്നെ തന്നു കേട്ടോ. പിന്നെ നമ്മളെ മിന്നൂസിന് ഞാൻ തക്കാളി പച്ചമുളക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ തത്തമ്മക്ക് കേട്ടോ. പിന്നെ അവനക്കും ഞാൻ ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ കാണിക്കാത്തത് കൊണ്ട് ആരും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ. സാഹചര്യങ്ങൾ പലതരത്തിൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളിതാ ചോറൊക്കെ തിന്ന് നമുക്കിന്ന് പറഞ്ഞ പോലെ നല്ല സാധാ റേഷൻ അരി ചോറും പിന്നെ മാന്തൾ പൊരിച്ചതും പിന്നെ ചീരക്കറിയും പിന്നെ കേബേജ് ഉപ്പേരിക്ക് ചീരക്കറി പരിപ്പ് കറി ഇങ്ങനെയല്ലേ വെക്കില്ലേ, അത് എനിക്ക് ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് നട്ടാ തരാറ്. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല, ഉപ്പേരി ഉണ്ടാക്കുക എന്നല്ലാതെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചീരയും പിന്നെ ഇലകളൊക്കെ നല്ലോണം കഴിക്കാൻ നോക്കുക, നല്ലതാണ് കേട്ടോ, ഹെൽത്തിന് നല്ലതാണ്. എല്ലാവർക്കും അറിയണ്ടാവില്ലേ, എങ്കിലും ഞാൻ തള്ളിയാട്ടാ. അങ്ങനെ ചീര കറിയും കേബേജ് ഉപ്പേരിയും മീൻ പൊരിച്ചതും നല്ല മുന്തിരിങ്ങ അച്ചാറൊക്കെ കൂടി ഞാൻ ചോറൊക്കെ തിന്ന് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചിന്നൂസും കാത്തിന്ന് അവർക്കും കൊടുത്തു വിട്ടു. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.